വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ UK കിച്ചൻ ടേൽസ്. നമുക്കിന്നൊരു ചീസി ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ റോസ്റ്റഡ് വെളുത്തുള്ളിയോ ബേക്ക് ചെയ്ത വെളുത്തുള്ളിയോ എങ്ങനത്തെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ റോ ആയിട്ട് എടുത്തതേ ഉള്ളൂ. ആൻഡ് ദിസ് ഈസ് മൈ വേ ഓഫ് മേക്കിംഗ്. ഗാർലിക് ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. സോ നിങ്ങൾക്ക് കൂടുതലോ കുറച്ചോ ഒക്കെ എടുക്കാം. ഇനി വേണ്ടത് ബട്ടർ റൂം ടെമ്പറേച്ചറിൽ വെച്ച ബട്ടർ തന്നെ എടുക്കണം, കാരണം നമുക്കിത് പേസ്റ്റ് ആക്കാനുള്ളതാണ്. ഇനി നമുക്ക് കുറച്ച് ചോപ്പ് ചെയ്ത മല്ലിയില, ഇഷ്ടാനുസരണം നിങ്ങൾക്ക് സ്പൈസസ് ചേർക്കാം. ഞാനിവിടെ ചില്ലി ഫ്ലേക്സ്, കുറച്ച് ഒറിഗാനോ, സോൾട്ട്, അങ്ങനെ കുറച്ച് 2-3 ഇൻഗ്രീഡിയൻസ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ പേസ്റ്റ് ആക്കി എടുക്കണം. ഇതിനാണ് നമുക്ക് മെൽറ്റഡ് ബട്ടർ അല്ലാണ്ട് റൂം ടെമ്പറേച്ചറിലെ ബട്ടർ തന്നെ വേണമെന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് വൈറ്റ് ബ്രെഡ് വേണോ ബ്രൗൺ ബ്രെഡ് വേണോ അത് നിങ്ങൾ എടുക്കുക. ഞാനിവിടെ എടുത്തേക്കുന്ന വൈറ്റ് ബ്രെഡാണ്, അത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് നല്ലപോലെ ഈ പേസ്റ്റ് അതിൻ്റെ മേലെ തേച്ച് പിടിപ്പിക്കണം. ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തോന്നും ഇത് ഭയങ്കര പാടാണ്, പക്ഷേ ഇത് ഭയങ്കര ഈസി ആൻഡ് ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ആൻഡ് പെട്ടെന്ന് ഉണ്ടാക്കാം. ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മൊസറല്ല ചീസ് എടുത്തേക്കുന്ന കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചീസ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇടാം. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് മൊസറല്ല ആയതുകൊണ്ട് അത് ഞാൻ എടുത്തു. സോ നമുക്കിനി മൊത്തത്തിൽ ആ ബ്രെഡിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയാണ് ഇതിൻ്റെ പരിപാടി. നമ്മളിനി കൂടുതലൊന്നും ചെയ്യണ്ട. ഇത് നേരെ നമുക്ക് എയർ ഫ്രയറിൽ വെച്ചിട്ട് ഒരു 180 ഡിഗ്രിയിൽ ഒരു 5 to 7 minutes അത്രയേ ഉള്ളൂ കുക്കിംഗ് ടൈം. അത് കഴിയുമ്പം ഇതുപോലെ കിട്ടും. ഇത് പുറം നല്ല ക്രിസ്പിയാണ്, അകം നല്ല ചീസിയാണ്. അത് കാണിച്ചു തരാം. കുറച്ച് എരിവൊക്കെ കുറച്ച് ചേർത്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് സ്നാക്ക് ബോക്സിലൊക്കെ കൊടുത്തു വിടാനായിട്ട് ബെസ്റ്റ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഈവനിങ് സ്നാക്കിനാണെങ്കിലും പെട്ടെന്ന് 10 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈസി റെസിപ്പി അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ, സ്റ്റേ സേഫ്.